20ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഏകദേശം 25 വർഷത്തെ വ്യത്യാസത്തിൽ മനുഷ്യൻ അവിശ്വസനീയമായ 2 കാര്യങ്ങൾ ചെയ്തു. 1. ഈ ലോകം തന്നെ ഇല്ലാതാക്കാനുള്ളൊരു ശക്തി കണ്ടെത്തി. 2. ആദ്യമായി മറ്റൊരു ലോകത്ത് കാലുകുത്തി. അപ്പോൾ മനുഷ്യരാശിയുടെ കയ്യിൽ കിട്ടിയ ഈ അപാരമായ ശക്തിയുടെ 2 മുഖങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ചോദ്യം. ശാസ്ത്രീയ പുരോഗതി എന്ന് പറയുന്നൊരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയില്ലേ, അതുപോലെയാണിത്. ഒരേ തലമുറ എങ്ങനെയാണ് ഒരേ സമയം ഈ നാശത്തിന്റെയും പിന്നെ പ്രതീക്ഷയുടെയും പ്രതീകമായി മാറിയത്? വാ, നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ഈ വിശകലനം തുടങ്ങുന്നത് 2ാം ലോകമഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ നിന്നാണ്. അന്ന് ലോകം അതുവരെ കണ്ടിട്ടില്ലാത്തത്രയും ഭീകരമായ ഒരു ശക്തിയുടെ ഉദയത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഈ തീയതികളൊന്ന് ഓർത്തുവെച്ചോളൂ. 1945 ഓഗസ്റ്റ് 6, പിന്നെ ഓഗസ്റ്റ് 9. വെറും 3 ദിവസത്തെ വ്യത്യാസത്തിൽ അമേരിക്ക ജപ്പാനിലെ 2 നഗരങ്ങൾക്ക് മുകളിൽ അണുബോംബുകൾ വർഷിച്ചു. മനുഷ്യചരിത്രത്തിൽ ആദ്യമായും ഭാഗ്യവശാൽ ഇതുവരെ അവസാനമായും ആണവായുധങ്ങൾ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചത് ഈ ദിവസങ്ങളിലാണ്. 2 ബോംബുകളുണ്ടായിരുന്നു, 2ഉം വ്യത്യസ്തം. ഒന്ന് ഹിരോഷിമയിലിട്ട ലിറ്റിൽ ബോയ്, 2 നാഗസാക്കിയിൽ പ്രയോഗിച്ച ഫാറ്റ്മാൻ. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നാം അല്ലേ? പക്ഷേ അവയുടെ പ്രഹരശേഷി അത് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു. അപ്പോൾ എന്നായിരുന്നു ഇതിൻ്റെയൊക്കെ ഫലം? ലക്ഷക്കണക്കിന് ആളുകളാണ് ഒറ്റ നിമിഷം കൊണ്ട് മരിച്ചത്. നഗരങ്ങൾ അക്ഷരാർത്ഥത്തിലില്ലാതായി. അതിജീവിച്ചവരുടെ കാര്യം അതിലും കഷ്ടമായിരുന്നു. തലമുറകളോളം അവരെ വേട്ടയാടിയ റേഡിയേഷൻ രോഗങ്ങൾ. ഒടുവിൽ ഈ ആക്രമണങ്ങൾ ജപ്പാനെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കി. അതോടുകൂടി 2ാം ലോകമഹായുദ്ധത്തിന് ഒരവസാനവുമായി. ഒരു യുദ്ധം അവിടെ അവസാനിച്ചു, ശരിയാണ്. പക്ഷേ ലോകം ശരിക്കും ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്തു വെക്കുകയായിരുന്നു, ആണവയുഗം. ഇതോടുകൂടി എന്താ സംഭവിച്ചെന്നറിയോ? രാജ്യങ്ങൾ തമ്മിലൊരു ആയുധപന്തയം തുടങ്ങി. ലോകം മുഴുവൻ ഒരുതരം പുതിയ ഭയത്തിന്റെ നിഴലിലായി ജീവിക്കാൻ തുടങ്ങി. ശരി, ഇനി നമുക്ക് ഈ കഥയുടെ മറ്റേ വശത്തേക്ക് പോകാം. നാശത്തിൽ നിന്ന് നേരെ പ്രതീക്ഷയിലേക്ക്. ഏകദേശം ഒരു 24 വർഷം കഴിഞ്ഞ് മനുഷ്യൻ ആകാശത്തേക്ക് നോക്കി. അസാധ്യമെന്ന് എല്ലാവരും കരുതിയൊരു സ്വപ്നം അതങ്ങോട്ട് യാഥാർത്ഥ്യമാക്കി. നീൽ ആംസ്ട്രോങ്ങിന്റെ ഈ വാക്കുകൾ കേൾക്കാത്തവരുണ്ടാവില്ല അല്ലേ? 1969 ജൂലൈ 20 അദ്ദേഹം ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയപ്പോൾ പറഞ്ഞ ആ വാക്കുകൾ, അത് മനുഷ്യന്റെ നേട്ടങ്ങളുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുകയായിരുന്നു. അപ്പോൾ ഈ ചരിത്ര ദൗത്യത്തിന് പിന്നിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമൻ നീൽ ആംസ്ട്രോങ് തന്നെ, ചന്ദ്രനിൽ ആദ്യമായി കാലുവെച്ച കമാൻഡർ. കൂടെ ഉണ്ടായിരുന്നത് ബസ് ആൽഡ്രിൻ. പിന്നെ മൂന്നാമതൊരാൾ കൂടിയുണ്ട്, മൈക്കൽ കോളിൻസ്. ഇവർ 2 പേരും ചന്ദ്രനിൽ നടക്കുമ്പോൾ കമാൻഡ് മൊഡ്യൂളിലിരുന്ന് ചന്ദ്രനെ വലം വെക്കുകയായിരുന്നു അദ്ദേഹം. ഒന്ന് ആലോചിച്ചു നോക്കൂ, മനുഷ്യൻ ആദ്യമായിട്ടാണ് ഭൂമിക്ക് പുറത്തുള്ള മറ്റൊരിടത്ത് കാലുകുത്തുന്നത്. നമ്മുടെ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നില്ലേ അത്? പിന്നീട് നടന്ന എല്ലാ ബഹിരാകാശ പര്യവേഷണങ്ങൾക്കും അടിത്തറയിട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ യാത്രയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 സംഭവങ്ങൾ കണ്ടു അല്ലേ? ഒന്ന് നശിപ്പിക്കാനുള്ള നമ്മുടെ കഴിവിൻ്റെ ഭീകരമായ മുഖം, മറ്റൊന്ന് പുതിയത് കണ്ടെത്താനും സൃഷ്ടിക്കാനുമുള്ള കഴിവിൻ്റെ അത്ഭുതകരമായ മുഖം. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവ 2ഉം വന്നത് ഒരേ ശാസ്ത്ര പാരമ്പര്യത്തിൽ നിന്നാണ് എന്നതാണ്. ഈ വ്യത്യാസം വളരെ വ്യക്തമാണ്. നോക്കൂ, 1945 ആ ബോംബാക്രമണം നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചത് ഒരു ആണവയുഗത്തിലേക്കും തീരാത്ത ആയുധപന്തയത്തിലേക്കുമാണ്. അതിന്റെ മുഖമുദ്ര ഭയവും നാശവുമായിരുന്നു. എന്നാൽ 1969 ചന്ദ്രയാത്രയോ, അത് ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ചു. ഒപ്പം അവിശ്വസനീയമായ സാങ്കേതിക പുരോഗതിക്കും. അത് പ്രതീക്ഷയുടെയും മനുഷ്യന്റെ നേട്ടങ്ങളുടെയും പ്രതീകമായി മാറി. അതായത്, ഒന്ന് ഒരു ലോകമഹായുദ്ധം അവസാനിപ്പിച്ചു, മറ്റൊന്ന് പുതിയ കണ്ടെത്തലുകളുടെ ഒരു പുതിയ ലോകം തന്നെ തുറന്നുതന്നു. അപ്പോൾ ഈ ചരിത്ര സംഭവങ്ങളെല്ലാം നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനു മുന്നിലാണ് കൊണ്ടുനിർത്തുന്നത്. കഴിഞ്ഞുപോയ കാലത്തു നിന്നുള്ള ഈ പാഠങ്ങൾ ഇന്നത്തെ നമ്മുടെ കാലത്ത് എത്രത്തോളം പ്രസക്തമാണ്? അവസാനമായി ഈ ചോദ്യം ശരിക്കും നമ്മൾ ഓരോരുത്തരോടുമാണ്. ശാസ്ത്രം ഇന്നും നമുക്ക് വലിയ ശക്തികൾ തന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ജനിതക എഞ്ചിനീയറിംഗ് ആയാലും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ കയ്യിൽ കിട്ടുന്ന ഈ ശക്തി നന്മയ്ക്കായി ഉപയോഗിക്കണോ അതോ നാശത്തിനായി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, നമ്മൾ മാത്രം. 20ാം നൂറ്റാണ്ടിലെ ഈ 2 സംഭവങ്ങൾ അത് നമുക്കുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആത്യന്തികമായി തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മുടേത് മാത്രമായിരിക്കും.